ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മെവാഷി ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് റെസിപ്പി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പീനട്ട് ബോൾസ് അഥവാ കപ്പലണ്ടി ഉണ്ടയുടെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. വായോ. അപ്പം നമുക്ക് കപ്പലണ്ടി ബോൾസ് ഉണ്ടാക്കാനായിട്ട് മൊത്തം 5 ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. അതിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത കടല ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. 1/4 കിലോയോളം അരി വറുത്ത് വെച്ചത് എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമിന്റെ ശർക്കര ഉരുക്കിയതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ അരമുറി ചിരകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്ത കടലയും റോസ്റ്റ് ചെയ്ത അരിയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിക്ക് ചെറിയൊരു തരിതരിപ്പ് വേണം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ കടല അങ്ങനെയല്ല, കടലയ്ക്ക് ചെറിയൊരു തരിതരിപ്പായിരിക്കണം. അതായത് ഒരുപാട് അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് എണ്ണ വരും. അങ്ങനെ എണ്ണ വരാൻ പാകമാവരുത്. എണ്ണ വരുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള സ്റ്റേജിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞ് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയില്ലേ, ആ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇടാം. ഈ ശർക്കര തിള വരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒറ്റനൂൽ പരുവം ആവേണ്ട, അതിന് തൊട്ട് മുമ്പെയുള്ള സ്റ്റേജിൽ എടുക്കണം. അതായത് ഇങ്ങനെ ഡ്രിപ്പായി വീഴുന്ന കണ്ടോ, അതുപോലെ ആകുമ്പം എന്നാൽ കുറുകനെയായിട്ടുള്ള ഡ്രിപ്പ് വീഴുന്നതനുസരിച്ച് സമയമാകുമ്പോഴത്തേക്കും എടുക്കണം കേട്ടോ. ഇപ്പം ഏകദേശം സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇടാം. ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടലയുടെ പൊടി ഇടുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ പാകത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പൊടിച്ചു വെച്ച അരിപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ കടലയുണ്ട പിടിച്ചെടുക്കാം. ചെറിയ ചൂടുണ്ടാവും, എങ്കിലും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ വേഗത്തിൽ ഇങ്ങനെ പീനട്ട് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ഉണ്ട റെഡി ആയിട്ടുണ്ട്. 1/2 കിലോ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏകദേശം ഈ പാത്രത്തിൽ വലുതാണ് കിട്ടുന്നത്. നമ്മളിത് ടേസ്റ്റ് നോക്കി കുറച്ചധികം തീർന്നിട്ടുണ്ട്. എങ്കിലും ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി വീട്ടിലുണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ചാനൽ കാണാനും പുതിയ ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാനുമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.